ഹലോ ഗായ്സ്, അനീഷ് എന്ന നന്മമരം എന്നതാണ് നമ്മുടെ ഈ വീഡിയോൻ്റെ വിഷയം. അനീഷ് വല്ലാണ്ട് നന്മമരം കളിക്കേണ്ട എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല ഗൈസ്. അപ്പോൾ പി ആർ എന്നൊരു സംഗതി കേട്ടിട്ടില്ല എന്നൊരു അനീഷ് ഒരു വർത്തമാനം പറയുന്നുണ്ടായില്ല, കേട്ടിട്ടില്ല എന്ന്. അപ്പോൾ 5 വർഷമായിട്ട് ലീവ് എടുത്തിട്ട് ഇരിക്കണ ബിഗ് ബോസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾ പി ആർ എന്ന് കേട്ടിട്ടില്ല വെച്ചോ നല്ല പറഞ്ഞിട്ട് മുമ്പ് ഉരുളാൻ തുടങ്ങി. ഞാനിപ്പോൾ ലീവ് എടുത്തിട്ട് രണ്ടര വർഷം 2 വർഷം എന്തായിട്ടുള്ളൂ അല്ലേ? എന്താണ് മൂപ്പര് ഉരുളാൻ തുടങ്ങിയായിരുന്നു തോന്നുന്നത്. ഞങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്നൊക്കെയല്ലേ. അതുപോലെ മൂപ്പര് പറഞ്ഞില്ലേ, പി ആർ കേട്ടില്ല 3 ദിവസം മുമ്പാണ് എനിക്കും കോള് വന്നത് ബിഗ് ബോസിൽ നിന്ന്. പിന്നെ അത് 12 ദിവസം മുമ്പ് അല്ലേ എന്നായപ്പോൾ അല്ല 10 ദിവസം മുമ്പ് എന്താണ് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്ന്. നോണയെ എല്ലാവരും പോലെയൊക്കെ തന്നെയാണ്. ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ട് വെറുതെ നമ്മൾ പൊട്ടന്മാർ പുറത്തുനിന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, നിങ്ങൾ പി ആർ ടീമിൻ്റെ ഭാഗമല്ലാത്ത ആളുകളാണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതെല്ലാവരും അവരവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ടും ഫേമസ് ആവാൻ വേണ്ടിയും ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ അനീഷ്, അനുമോള്, ആര്യൻ, ജിസേൽ അത് പറഞ്ഞിട്ട് ഈ തമ്പത്തല്ല് കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതുകൊണ്ടുള്ള ഗുണം അവർക്കൊക്കെ തന്നെ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് വല്ലതും തരും നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? നമുക്കൊരു രസം അല്ലേ? നമ്മളിത് കണ്ടുകൊണ്ടിരിക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഒരു ആളേനെ വേറൊരാൾ ഉപദ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് എന്തോ സങ്കടമാവണം, നമ്മൾ പ്രതികരിക്കുന്നു, നമ്മളവർ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ കണ്ടസ്റ്റൻറ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ആ കണ്ടസ്റ്റൻറ്റ് കുറച്ചുകൂടി ബെറ്ററായി വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അയാൾ കപ്പടിച്ച് നമുക്കൊരു സന്തോഷം. അയ്യോ, അവരങ്ങനെയല്ല. ഇപ്പോൾ അനീഷൊക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അനീഷ് അനുമോൾ ആരായിക്കോട്ടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അനീഷിനെ സംബന്ധിച്ചുള്ള അനീഷ് ആ നുണ പറഞ്ഞില്ല, അതിലാണ് ഇപ്പോൾ അവിടെ ഒരു വിഷയം വന്നത്. എനിക്കതെന്തോ ക്രിഞ്ചായി തോന്നി കേസ്. അപ്പം പറഞ്ഞ പോലെ ഇപ്പോൾ 12 ദിവസം മുമ്പാണ് അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിന് മുകളിലാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് ഏകദേശം 2 ആഴ്ച മുമ്പാണ് എനിക്കിത് വന്നത് എന്നെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. ഒരാഴ്ച മുമ്പേ എന്തെങ്കിലും പറയുന്നത്. ഇതെന്തിപ്പോൾ എന്താ കാണിച്ചില്ല, കൃത്യമായിട്ട് ദിവസം ഓർമ്മയില്ലെങ്കിൽ. അപ്പോൾ അവ അല്ലാണ്ട് പെട്ടെന്ന് 2 ദിവസം കഴിഞ്ഞാൽ വണ്ടി കയറിക്കിട്ട് പോരേട്ടോ ബിഗ് ബോസിക്ക് എന്നാണോ ബിഗ് ബോസ് പറഞ്ഞത്, ബിഗ് ബോസിൻ്റെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ അവനെന്താ വെച്ചാൽ ഇതന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് പുറത്തുനിന്ന് കിട്ടാൻ വേണ്ടിയുള്ള കളി അല്ലേ? കള്ള തിരുമാലി. എന്തായാലും അനീഷ് എന്ന നന്മ മരം പൊളിഞ്ഞു തുടങ്ങി ഗൈസ്. പൊളിഞ്ഞു തുടങ്ങി എന്ന് പറയാൻ പറ്റും. എന്തായാലും അനീഷിനെ എനിക്ക് എന്തപ്പോൾ അനീഷിനെ കുറച്ച് ദിവസം മുമ്പുണ്ടായിരുന്ന ഒരു സ്നേഹമൊന്നും കാര്യമായിട്ട് ഇപ്പമല്ല. അവൻ ഒരു കോമണർ എന്നുള്ള രീതിയിൽ ഒരു സ്നേഹമൊക്കെ ഉണ്ട്. അനീഷോട് ചെയ്യുന്ന കാര്യങ്ങൾ അവൻ തെറി വിളിക്കാത്തതിലൊക്കെ സ്നേഹമുണ്ട്. പക്ഷേ ഇത് അനീഷ് നുണ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്നേഹം ഇല്ലാണ്ടാവും. അതാണ് കാര്യം. അനീഷായിട്ട് നിൽക്കുക. ഇപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഗെയിം കളിക്കാനാണെങ്കിൽ ഓക്കെ, അങ്ങനെ. അല്ലാണ്ട് ഷാനവാസ് പറയണ മാതിരി തൊട്ടേനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ചെയ്ത് തെറ്റ് അംഗീകരിക്കാണ്ടൊക്കെ ആയാലാണ് പ്രശ്നം. ഇപ്പോൾ അനീഷ് എനിക്ക് തെറ്റുപറ്റി, സോറി, ഞാൻ കറക്റ്റ് ദിവസം ഓർത്തില്ല എന്നുള്ള കാര്യമാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഒരു ധാരണ. പക്ഷേ ഇത് ഏകദേശം 2 ആഴ്ച ടൈം കിട്ടി മൂപ്പര് ബിഗ് ബോസിൻ്റെ കോൾ വന്നതിന് ശേഷം ഏകദേശം അല്ലേ. എന്നിട്ട് മൂപ്പര് 3 ദിവസം മുമ്പ് വിളിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാ ഇത്രയും വലിയ നുണ പറയേണ്ട അവസ്ഥ എന്താ? അപ്പോൾ അനുമോളൊക്കെ ഉണ്ട്, അവരൊക്കെ ഉണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് കുറ്റപ്പെടുത്തിയിട്ട് അവൻ ഒറ്റയ്ക്ക് കോമണർ കാർഡ് ഇറക്കിയിട്ട് കളിക്കാനുള്ള പരിപാടിയാണോ? സമയം പോലും കൊടുത്തില്ല ബിഗ് ബോസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സെലിബ്രിറ്റികൾക്കൊക്കെ നേരത്തെ കൂട്ടി വിളിച്ചു പറഞ്ഞു, കോമണർക്ക് മാത്രം അവസാനം 2 ദിവസം മാത്രമേ സമയം കിട്ടിയുള്ളൂ. അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവനാ ചെയ്തത്, കള്ളൻ. അപ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്തായാലും. പിന്നെ അതുമല്ല, അവനതിനെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഷാനവാസിന് ഈ സൂക്കേടുണ്ട്. അവൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവനത് അംഗീകരിക്കുകയില്ല. അവൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സാധനം വേറെ രീതിക്ക് മാനിപ്പുലേറ്റ് ചെയ്താക്കും. ഈ മാനിപ്പുലേറ്റ് ഗെയിമാണ് അവൻ കളിക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഷാനവാസിനാണ് ഇത് പഠിച്ചത്, ഷാനവാസിൻ്റേന്ന്. എന്തായാലും ഞാൻ ഷാനവാസിനെ കുറ്റം പറയണ്ടല്ലേ. അനീഷ് അങ്ങനെ ഷാനവാസിൻ്റെ അങ്ങാണ്ട് കാണിക്കണമെങ്കിൽ സപ്പോർട്ട് പറയാനുള്ള സാധ്യതയുണ്ട് കേസ്. പ്രത്യേകിച്ച് ഇത് അവസാനത്തെ ഇതിലേക്ക് എത്തുന്ന ടൈമിൽ. പിന്നെ മുമ്പത്തെ രസമൊന്നും ഇപ്പോൾ മരം അവിടെ ഉണ്ടാക്കുന്നില്ല കാര്യമായിട്ട്. ആരും എന്ന് പറയില്ല, നെവിൻ ഉണ്ടാക്കുന്നുണ്ട്. ആര്യൻ നെവിൻ ഒക്കെ ഉഷാറായിട്ട് പേരിട്ടുണ്ട്. എന്നതാവും അടിപൊളിയായി. അപ്പോൾ ഇതാണ് അനീഷിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആദിലിപ്പോൾ വേറൊരു കാര്യം പറഞ്ഞാലല്ലേ, ഷാനവാസ് തല്ലിയപ്പോൾ ഷാനവാസ് ആയതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാണ്ടിരുന്നത്. പെങ്ങളൊട്ടിക്കാറുണ്ട് കാര്യമായിട്ട് പ്രതികരിക്കാണ്ടിരുന്നത്. വേറെയുള്ളവരാണെങ്കിൽ വമ്പ സീനാക്കിയിട്ടുണ്ടാകുന്നത്. ഷാനവാസിന് എന്താ കൊമ്പുണ്ടോ? അപ്പോൾ ഇതാണ് വേറൊരു കാര്യം. ഈ കോംബോകളെ കണ്ട് മടുത്തു കിട്ടും. ഇപ്പോൾ ആദിലിനൂറായാലും കോംബോ ആയിട്ട് അവിടെ കളിക്കുമ്പോൾ എനിക്ക് രസമായിരുന്നു. ഇത്രയും ദിവസം കഴിഞ്ഞില്ലേ. പിന്നെ ആദിലയുടെ കാര്യത്തിൽ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നൊരു സംഗതി എന്ന് വെച്ചാൽ, ഇപ്പോൾ ആദിൽ പറഞ്ഞിട്ട് നമ്മൾ ഇത്ര ദിവസം ഇവിടെ നിന്നില്ലേ, അപ്പോൾ ഞാൻ ഇനി ഇതെല്ലാത്തിനും പ്രതികരിക്കുകയാണ്, ഒന്നും നോക്കണ്ട എന്നുള്ള രീതിയിൽ. അത് നന്നായി. ഒറ്റയ്ക്ക് കളിക്കണം, ഒറ്റയ്ക്ക് കളിച്ച് സപ്പോർട്ട് ഉണ്ടാവും. അത് ആരായാലും അതാണ്.
ഇതൊക്കെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.